അനുഗ്രഹം കിട്ടിയവരാണ് കലാകാരന്മാർ. ഈ മനുഷ്യലോകത്ത് നിന്ന് തിന്മ മാറ്റി നന്മ കൊണ്ടുവരികയാണ് ഓരോ കലാരൂപത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം. പണ്ടുകാലം തൊട്ട് സാഹിത്യവും നാടകവും സിനിമയും ദുഷ്ടത ഇല്ലാതാക്കി സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിജയമാണ് മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ വേണം. എന്നാലേ ഈ ലോകത്ത് എല്ലാവർക്കും സമാധാനമായി ജീവിക്കാൻ കഴിയും. ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാടകം ഹീറോ വില്ലൻ. നാടകരചന ഉമേഷ് ബി. അരങ്ങത്ത് മനോജ് ബി, ഉമേഷ് ബി, ശ്രീജു എസ്, വിവേക് കൃഷ്ണൻ, സുജിത്, മാനവ് ഉമേഷ്, മാധവ് ഉമേഷ്, നിവേദ്യ, ധാർമിക്, വിസ്മയ, അഭിനവ് വി ആർ, ഗോകുൽ രഞ്ജിത്ത്, ഹരിനന്ദൻ, ശ്രീഹരി, അഭിനന്ദ് വി ആർ, അദ്വൈത്, ശംഭു, പ്രണവ്, ആര്യൻ. സംഗീത സഹായം വിമൽ നാരായണ. സാങ്കേതിക സഹായം നിസരി മ്യൂസിക്. വെളിച്ച ക്രമീകരണം അഭിനന്ദ്. നൃത്ത സംവിധാനം അഭിനവ് വി ആർ. മേക്കപ്പ് ശ്രീകുമാർ. ശബ്ദവും വെളിച്ചവും ദേവു സൗണ്ട്സ്. ഞങ്ങൾ ആരംഭിക്കുന്നു ഹീറോ വില്ലൻ. When I get older, I will be stronger. They'll call me freedom, just like a waving flag. When I get older, I will be stronger. They'll call me freedom, just like a waving flag. When I get older, I will be stronger. They'll call me freedom, just like a waving flag. And then it goes back, and then എടാ അബി, കുറെ നേരമായി നീ വീട്ടിൽ ചെന്നില്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. അതെ, എനിക്ക് ട്യൂഷൻ ഉണ്ട്. എടാ വല്ലതും കിട്ടിയോ? ഒരു ഐഡിയ കിട്ടിയില്ല. എന്നാ പിന്നെ ശനിയാഴ്ച നോക്കാം. ഇനി റീൽസ് ആണെങ്കിൽ ഒരു ഹൊറർ ചെയ്യണം. ഞാൻ ഉദ്ദേശിച്ചത് ഒരാളെ കൊല്ലുക. ഈ കഴുത്ത്, കൈ, കാല് ഇതൊക്കെ അങ്ങ് വെട്ടി മാറ്റുക. ഒറിജിനലല്ല, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അതൊക്കെ ഭീകരം. ഇപ്പോൾ അത്തരം സിനിമകൾ കുട്ടികൾ കാണാൻ പാടില്ല. ഒരു കാര്യമുണ്ട്, മുൻപൊക്കെ സിനിമയിൽ ഞാനത്തെ സീനുകൾ എനിക്ക് പേടിയായി. എനിക്കും ഇപ്പോൾ സാധാരണ പോലെയായി അല്ലേ? കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു അങ്ങേര് കാണുന്നതിന് മുമ്പ് നമുക്ക് പോകാം. അതെ, കണ്ണാൽ ഇനി ഉപദേശം തുടങ്ങും. തീർച്ചയായിട്ടുള്ള ക്ലാസ്സും തുടങ്ങും. കോടി ജന്മങ്ങളായി എന്റെ രാധേ നീ വരും താരെ പൂക്കും വനമലരായി കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ അയ്യോ, വയസ്സ് കാലത്ത് ശരിയാവില്ലടേ. ഓ, അത് ഈ ചള്ള വയറ് വെച്ചിട്ട് മാത്രമല്ല, ഇതെല്ലാം കൂടെ എടുത്ത് ആ റീൽസ് ആക്കി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ശാസ്താനേറിന് കയറാൻ പറ്റും. യവന്മാരെല്ലാരും കൂടെ എന്റെ നെഞ്ചില് ആറ്റുകാൽ പൊങ്കാലിടും. ഇനിയിപ്പോ എന്തോ ചെയ്യും. ഒരു റീൽസ് ഇട്ടില്ലെങ്കിൽ
നോക്കട്ടെ. കോമഡി റീൽസ് അതാവുമ്പോ നല്ല റീച്ചും കിട്ടും, ലൈക്കും കിട്ടും. മാത്രമല്ല വയസ്സന്മാർക്ക് ചെയ്യുകയും ചെയ്യാം. അയ്യോ നോക്കട്ടെ. ഇതിനകത്ത് ഗോപിപ്പിള്ള ഉണ്ടാടി. ഗോപിപ്പിള്ള എടി നമ്മുടെ കടയിൽ ചെന്നിട്ട് പൈസ ഇല്ലാത്തപ്പോഴേ ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇത് ഞാൻ കലക്കും. നോക്കട്ടെ, ഒരു പ്രാക്ടീസ്. ഇതിനകത്ത് ഗോപിപ്പിള്ള ഉണ്ടാടി. ഗോപിപ്പിള്ള എടി നമ്മുടെ കടയിൽ ചെന്നിട്ട് പൈസ ഇല്ലാത്തപ്പോഴേ റീൽസ് കോപ്പിയാണ് നിന്റെ അച്ഛൻ. ആരാ? നീയായിരുന്നു. നാട്ടുകാര് മുഴുവൻ നിങ്ങളെ വിളിക്കുന്നത് റീൽസ് ഗോപിയെണ്ണ റീൽസ് ഗോപിയെണ്ണന്നാണ്. പിന്നെ ഞാൻ വിളിക്കുന്നതിനെ എന്താ എന്തൊക്കെ വിളിക്കുന്നത്? എടാ, എന്നെ ഈ റീൽസ് ഗോപി എന്നാണ് വിളിക്കുന്നത് തെറ്റ്. ഒന്നുകിൽ ഗോപി എന്നാണ്, അല്ലെങ്കിൽ റീൽസ് ആണ്. നീ ഈ റീൽസിന്റെ ഇടയ്ക്ക് ഗോപിയെ കൊണ്ട് കയറ്റിയാണല്ലോ. നിന്റെ തന്തയ്ക്ക് ഞാൻ പറയും, നിന്റെ അച്ഛനാണ് സത്യം. ആഹാ, ആരെ എടുത്തത് എന്റെ തന്നെ. അല്ല അണ്ണ, നിങ്ങൾ എന്തിനാണ് റീൽസ് എടുക്കുന്നത്? എടാ, ഞാൻ ഈ റീൽസ് ഒക്കെ എടുത്തിട്ടേ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും തന്നെ ലൈക്കോട് ലൈക്കല്ലേ, ഫോളോവേഴ്സ് ഉണ്ടേ, ഫോളോവേഴ്സ്. എത്ര ഉണ്ട് ഫോളോവേഴ്സ്? 50,000. ചുമ്മാ പുഴു അടിക്കല്ലേ അണ്ണ. ഇപ്പൊ ഞാൻ കയറി നോക്കുവേ. 10,000 ഉണ്ട്. ഇത് കുറയ്ക്കാൻ പറ്റില്ല. 10,000 മൂടിങ്ങനെ പേരിട്ട് നടക്കുന്നത്. തീരി ആരുടെ? നിങ്ങടാ. ശരിയെന്നടേ, കയ്യല് വിട്ടടേ. ആരെങ്കിലും കണ്ടു കാണുമെന്തോ? ഓ, നാട്ടുകാർക്ക് ഇതൊക്കെ കണ്ട് എന്തെടുക്കാനാ? ഇപ്പോഴത്തെ മറ്റേ പയ്യന്മാരും പെണ്ണുങ്ങളൊക്കെ മറ്റേ തീരായിട്ടൊക്കെ നടക്കുന്നു. ഇപ്പോഴത്തെ പയ്യന്മാരെ പെമ്പിളവരെ പോലെയാണ് ഞാൻ. എനിക്ക് നാണോ നോക്കി എന്റെ അണ്ണ ഇപ്പൊ മറ്റേ തുണി വെക്കുന്നതല്ല കാശ്. എന്തായാലും ഞാൻ ഇപ്പം എങ്ങനെ വീട്ടിൽ പോകും? വിമൻസ് കോളേജിൽ കോട്ടയം സ്കൂളൊക്കെ വിടുന്ന സമയമായില്ലേ? ഒരു കാര്യം പറയണം. ഒന്ന് പോടെ, പിന്നെ പറയാം. പോടെ. ഒരു 5 മിനിറ്റ്. എന്തോന്ന്? അണ്ണാ, നിങ്ങൾ എന്നും ഒന്നും റീൽസ് പറ്റി എടുത്ത് നടന്നാ മതിയാ? എടേ, എനിക്കും അറിയാടേ. എന്നാലും വല്ലതും ഒന്ന് കൊത്തണ്ടേ? എന്നാ അണ്ണാ കേട്ടോ, കൊത്താൻ പറ്റിയൊരു രാജവെമ്പാല എന്റെ കയ്യിലുണ്ട്. എന്തോന്ന്? പ്രശസ്ത സംവിധായകൻ രാജമൗര്യ. ആര്? ആ പരമേശ്വര സിനിമ എടുത്താ? ഓ അണ്ണാ, ഓ ആ ചാർക്കോ സിനിമ എടുത്താ? ഓ തെന്നണ്ണ തെന്ന. ഓ, നിന്റെ കയ്യിലിരിക്കണം. ഒന്ന് പോടെ, മുഴുവൻ അടിക്കാതെ. ഇല്ല, എന്റെ ഇപ്പോഴത്തെ മൊയിലാളിയില്ലേ, അങ്ങേരുടെ അനന്തരവനാണ് ഈ രാജമൗര്യ. ഇപ്പൊ പോയ അങ്ങേ മറ്റേ ശാസ്ത്രമംഗലം ഫ്ലാറ്റിൽ കാണും. ചുമ്മാ പോയെന്ന് കൊത്തി നോക്കാതെ. ശരിക്കും? ഓ അണ്ണ, അല്ല നിങ്ങളെയല്ലേ സ്ക്രിപ്റ്റ് വല്ലതും സിനിമ സ്ക്രിപ്റ്റ്? എടേ, എത്ര എണ്ണം വേണം? എടുത്തെറിഞ്ഞു തരൂലേ ഞാൻ. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ സ്ക്രിപ്റ്റ്. നമുക്ക് കൊണ്ട് അങ്ങേർക്ക് കൊടുക്കാം. കിട്ടിയാ ഊട്ടിയാനാ, അല്ലെങ്കിൽ ചട്ടി. കിട്ടിക്കഴിഞ്ഞ അണ്ണനാരാ? ഞാൻ ആരാ? പറയണ്ണ, അയ്യോ, പറയണ്ണ, അയ്യോ. പറയണ്ണ, പറയണ്ണ, പറയണ്ണ. രാജമൗര്യ ദൂരം പറയണ്ണ. ഓ, രാജമൗലിയുടെ പേര് കേട്ടപ്പോഴേ ഇയാൾ ഇങ്ങനെ. ഇത് കണ്ടു കഴിഞ്ഞാൽ കാമധേനു ലോട്ടറി ഇന്നസെന്റ് അവസ്ഥ ആവുമെന്തോ. ഗോവിയണ്ണ, ഗോവിയണ്ണ. ആരാണ് നിങ്ങളെ അകത്തേക്ക് കയറ്റിയിട്ടത്? അല്ല, സെക്യൂരിറ്റി. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? അയ്യോ, ഉണ്ട് പട്ടാളക്കാരാ. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? വെയിറ്റ് ചെയ്യൂ. ഇങ്ങോട്ട്. അണ്ണാ, ഇവിടെ നിന്ന് ഞാൻ അയ്യോ, പട്ടാളക്കാരാ, കൊല്ലല്ലേ. അയ്യോ, അതൊന്നും ചെയ്യല്ലേ. അയ്യോ, സാറ് കാല് വിട്ടോളാൻ വന്നതാണ്. മാറി പോ അങ്ങോട്ട്. എല്ലാം പറ്റിയെന്തോ. എന്താ വന്നത്? സാർ, ഞങ്ങള് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്ന് അങ്ങേ മുഖം കാണിക്കണമായിരുന്നു. കണ്ടോളൂ. അല്ല, എന്നാ പിന്നെ കണ്ടോളൂ. ഇത് കൊണ്ടുവന്നതല്ലേ? ഇങ്ങനെയല്ല. അണ്ണാ, സാർ
ഞാൻ അങ്ങയുടെ മാതുലിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മാമന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മാമൻ, yes, 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 പറഞ്ഞിരുന്നു. അതെ 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 ഇത് എന്റെ അണ്ണൻ ഗോപിയുണ്ട്. എണ്ണക്കാരന്റെ കയ്യിൽ കുറെ സിനിമ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന ആളാണല്ലേ. അത് സ്വന്തമായി എഴുതുകയാണോ അതോ അടിച്ചു മാറ്റി കൊണ്ടുവരികയാണോ? ഞാൻ സ്വന്തമായിട്ട് എഴുതുന്നതാ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഒരു വൺ ലൈൻ കഥ പറയും നോക്കട്ടെ. സർ, ആ, ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകൻ കൊള്ളാം. ഗുണ്ടയാകുന്ന ഒരു കഥയാണ്. യാ, സൂപ്പർ. നിന്റെ അച്ഛനാ പറയുന്നത് കത്തിലായിട. ഞാനാ നെക്സ്റ്റ്. സർ, എന്നാൽ ആ, ഒരു കുടുംബം ആ, കുടുംബം. ധ്യാനത്തിന് പോകുന്ന ഒരു കഥ. ഓഗസ്റ്റ് 2. നെക്സ്റ്റ്. സർ, Yeah. വേറൊരു കഥ. പറഞ്ഞോളൂ. ഒരു കർക്കശക്കാരനായ ചെങ്കൻ, ആ, സൂപ്പർ. അയാൾക്ക് 5 സഹോദരി. ആ, കൊള്ളാം. ഞാനൊന്നും കരഞ്ഞിരുന്നെങ്കിൽ അവൻ ഉറന്നേനെ മാത്രം അങ്ങോട്ടേ. അടുത്തത്. സർ, ആ, ഒരു ഉഗ്രകഥ. പറയൂ. ഇത് നല്ലതായിരുന്നു. ഒരു സത്യസന്ധനായ അധ്യാപകൻ ആഹാ, സൂപ്പർ. ജുവലൈൽ ഹോമിലെ കുട്ടികളെ നന്നാക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനിയും ഉണ്ടോ ഇതുപോലത്തെ സ്ക്രിപ്റ്റുകൾ? സാറിന് എത്തരത്തിൽ സ്ക്രിപ്റ്റാണ് വേണ്ടത്? അണ്ണ എഴുതും. ഞാൻ എഴുതിക്കോളാം സാർ. പ്ലീസ് സാർ. ഹോ, എടാ, ഈ പഴയ കാലത്തെ പ്രേമകഥകൾ ഇപ്പൊ ആർക്ക് വേണം? കറച്ചിൽ സിനിമകളുടെയും തമാശ പടങ്ങളുടെയും ഒക്കെ കാലം മാറി. ഇപ്പൊ കൊല്ലുന്നവരും ഗുണ്ടയും കള്ളക്കടത്തുകാരനും തെമ്മാടിയും ഒക്കെയാണ് നായകൻ. അവർക്കുള്ള സ്ക്രിപ്റ്റാണ് വേണ്ടത്. നമ്മുടെ നായകന്മാർ ഇപ്പോ ഒരാളുടെ വയറ് കയറി അതിൽ നിന്ന്